Hi friends, I'm back with nouns. Okay, at first you tell me, what do you mean by noun? എന്താണ് noun? അല്ലേ, നിങ്ങൾ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു വിഷയം പഠിച്ച കാലം മുതൽ നിങ്ങൾ കേൾക്കുന്ന ഒരൊറ്റ വാക്കാണ് noun. noun എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ആരാണ് noun? ഇവിടെ ഞാൻ noun ആണ്, നിങ്ങൾ noun ആണ്, അവർ noun ആണ്, അല്ലേ? അപ്പോൾ noun എന്ന് പറഞ്ഞാൽ എന്താണ്? നാമങ്ങൾ. noun is the name of a person, place, തിങ്, ഐഡിയ, എന്തും ആവട്ടെ, എന്തും എന്താണ്? നൗൺ ആണ്. ഇവിടെ നോക്കാം, ഈ പിക്ചറിൽ എന്താ കാണുന്നത്? വാട്ട് ഡിഡ് യു സീ ഇൻ ദിസ് പിക്ചർ? ടെൽ മീ, എന്തൊക്കെയാണ് നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നത്? ഓക്കെ, ഇവിടെതാ ഒരു ബോയ്, ഒരു ഗേൾ, ദെൻ ഇവിടെ എന്തുണ്ട്? ഒരു പ്ലേസ് ഉണ്ട്, ഒരു സ്കൂൾ ഉണ്ട്, ദെൻ ഇവിടെ എന്തുണ്ട്? ഒരു ബോൾ ഉണ്ട്, ദെൻ ഒരു അനിമൽ ഉണ്ട്, അല്ലെ? ഇതെല്ലാം എന്താണ്? ഇവിടെതാ ഒരു ബലൂൺ കാണുന്നില്ലേ? ഇതെല്ലാം എന്താണ്? ഇതെല്ലാം എന്താണ്? നൗൺ ആണ്. ഓക്കെ, അപ്പൊ നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നൗൺ ഇസ് ദ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ് ഓർ തിങ്, എനിത്തിങ്, എന്തും ആവട്ടെ, അതെല്ലാം എന്താണ്? നൗൺ ആണ്. നൗൺ മീൻസ് നാമങ്ങൾ. ഓക്കെ, then nouns are names given to the people, ideas, things. ഇത്രയാണ് നൗൺ. ഓക്കെ, നൗൺ എന്താന്നുള്ളത് ഇനി നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല എന്നറിയാം. ക്ലാസ്സുകൾ എല്ലാ ടെൻസിന്റെ എല്ലാ പാർട്ടിലും നമ്മൾ വ്യക്തമായിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? നൗൺ എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്നാ ഇവിടെ നോക്കാം. There are many types of nouns. There are commonly used nouns. ഒരുപാട് ടൈപ്സ് നൗൺസ് ഉണ്ട് കേട്ടോ, ഒത്തിരി ടൈപ്സ് ഉണ്ട്. നമ്മൾ ഓരോ വീഡിയോസും ഓരോ ക്ലാസ്സും കാണുമ്പോൾ ചില ആളുകൾ പറയും 12 ആണ്, ചില ആളുകൾ 8 ആണ്, ചില ആളുകൾ 6, അങ്ങനെ ഒത്തിരി ടൈപ്പ് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകും. ഓക്കെ, പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് നൗൺസിന്റെ ടൈപ്സ്. ഓക്കെ, ഫസ്റ്റ് വൺ, പ്രോപ്പർ നൗൺ, ദെൻ കോമൺ നൗൺ, അൺകൗണ്ടബിൾ നൗൺ, കോൺക്രീറ്റ് നൗൺ, അബ്സ്ട്രാക്ട് നൗൺ, മെറ്റീരിയൽ നൗൺ, കളക്റ്റീവ് നൗൺ, അതുപോലെ കൗണ്ടബിൾ നൗൺ. ഓക്കെ, ഇങ്ങനെ ഒത്തിരി നൗൺസ് ഉണ്ട്. ഇനി ഈ ഓരോ നൗൺസും എന്താ എന്നുള്ളത് നമുക്ക് പഠിക്കും. ഇതൊരു പ്രാക്ടീസ് സെക്ഷൻ ഒന്നും ഇതിൽ കൂടുതലായിട്ട് വരുന്നില്ല. ഇതൊക്കെ തിയറിയാണ്, തിയറി മോഡലാണ് ഈ ഒരു പാർട്ട് കൂടുതലും വരുന്നത്. ഓക്കെ, ഓക്കെ, ഫസ്റ്റ് വൺ, പ്രോപ്പർ നൗൺ. എന്താണ് പ്രോപ്പർ നൗൺ? The nouns which tell the name of a specific place, person or thing are called proper noun. Okay, ആദ്യം പറയാനുള്ളത് പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഒരു പേഴ്സണോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വ്യക്തിയോ ഒരു പ്രത്യേക പ്ലേസോ ഒരു പ്രത്യേക വസ്തുവിന്റെ പേരോ ഒക്കെ നമ്മൾ പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? പ്രോപ്പർ നൗൺ യൂസ് ചെയ്യുന്നത്. പ്രോപ്പർ ആണ്, അല്ലെ? സ്പെസിഫിക് ആണ്, അല്ലെ? പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പ്ലേസോ പേഴ്സണെയോ തിങ്ങോ ഒക്കെ പറയാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പ്രോപ്പർ നൗൺ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും, പക്ഷെ ഈ ഒരു പേര് ഇതിന് കൊടുത്തിട്ടുണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ, അല്ലെ? ഓക്കെ, ദെൻ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? പ്രോപ്പർ നൗണിന്റെ പ്രത്യേകത, പ്രോപ്പർ നൗൺ ആർ ഓൾവേസ് ബിഗിൻ വിത്ത് ദ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഒരു സെന്റൻസ് എഴുതുമ്പോൾ ഓക്കെ നിങ്ങൾക്ക് അറിയാം, നോർമലായിട്ട് എല്ലാവർക്കും അറിയാം, നമ്മളൊരു സെന്റൻസ് എഴുതുമ്പോൾ ആദ്യം എന്താണ് സ്റ്റാർട്ടിങ്? എന്തായിരിക്കും? ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും തുടങ്ങുക. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ചില വേർഡ്സുകളൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ക്യാപിറ്റൽ ലെറ്റർ എഴുതാറുണ്ട്. അത് ഏത് വേർഡ്സ് ആണ്? അത് ഇതാണ്. എന്താണ്? പ്രോപ്പർ നൗൺ, അല്ലെ? ചില ആളുകളുടെ പേര്, ചില സ്ഥലത്തിന്റെ പേരൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പ്രോപ്പർ നൗൺ ആണ്. അത് എന്തുകൊണ്ട്? അതുകൊണ്ട് ഫസ്റ്റ് ലെറ്റർ എന്താണ് എഴുതാറ്? ക്യാപിറ്റൽ ലെറ്റർ ആണ് എഴുതാറ്. ഓക്കെ, ദെൻ കുറച്ച് പ്രോപ്പർ നൗണിന് എക്സാമ്പിൾ നോക്കാം. അക്ബർ, ദുബായ്, ലാഹോർ, ഇന്ത്യ, അല്ലെ? ജൂൺ, ഗംഗ, കൊച്ചി. ഓക്കെ, ദ എക്സാമ്പിൾ ഒന്ന് നോക്കിയേ. ഇന്ത്യ ഈസ് മൈ കൺട്രി, സീത ഈസ് എ സിംഗർ. ഓക്കെ, ഫസ്റ്റ് ലെറ്റർ എന്താണ്? ഫസ്റ്റ് ലെറ്റർ എന്താണ്? ക്യാപിറ്റൽ ആണ്. ഓക്കെ, അപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വ്യക്തിയെയോ ഒരു പ്ലേസോ ഒരു തിങ്ങോ എന്തെങ്കിലും ഒരു വസ്തുവിനെയോ സൂചിപ്പിക്കാനാണ്, ആ പേരിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രോപ്പർ നൗൺ എന്താന്നൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഒരു പെർട്ടിക്കുലറോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക്കോ ആയിട്ടുള്ള പ്ലേസ്, പേഴ്സൺ ഓർ തിങ്, ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കോമൺ നൗൺ. അത് ആ വാക്ക് തന്നെ ഉണ്ട്, എന്തോ കോമൺ ആയിട്ടുള്ള എന്തോ ഒരു കാര്യത്തെ സൂചിപ്പിക്കാനാണ്, അല്ലെ? ആ വാക്കിൽ തന്നെ നിങ്ങൾക്ക് ഒറ്റയടിക്ക് അതിന്റെ മീനിങ് കിട്ടിയിട്ടുണ്ടാവും. കോമൺ നൗൺ, കോമൺ ആയിട്ടുള്ള എന്തോ ഒരു കാര്യത്തിനെ സൂചിപ്പിക്കാൻ, അത് തന്നെയാണ് എന്താണ്? It is a name of shared in a common by all the same class or kind. എന്താണ്? ഒരു
ക്ലാസ്സിനെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഗ്രൂപ്പിനെ കോമൺ ആയിട്ട് പറയാൻ യൂസ് ചെയ്യുന്ന പേരാണ് കോമൺ നൗൺ. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നൗൺ ആണ് കോമൺ നൗൺ. ദേ ഡു നോട്ട് ടെൽ ദ നെയിം ഓഫ് എ സ്പെസിഫിക് പ്ലേസ്, പേഴ്സൺ ഓർ തിങ്. നമ്മൾ പ്രോപ്പർ നൗണിൽ പറഞ്ഞ പോലെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പേരോ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പ്ലേസോ പേരോ അതിൽ എടുത്തു പറയില്ല. ഓക്കെ, അത് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എക്സാമ്പിൾ നോക്കാം. പാർക്ക് അല്ലെ, എത്ര പാർക്ക് ഉണ്ടെങ്കിലും പാർക്കിന് എന്താ പറയാ, കോമൺ ആയിട്ട് നമ്മൾ പാർക്ക് എന്നല്ലേ പറയാറുള്ളൂ. അതുപോലെ നമ്മളിപ്പോ ഒരു കൂട്ടം ടീച്ചേഴ്സ് വരുന്ന, അവർക്ക് ആരും ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാറ്, അവരെല്ലാം ടീച്ചർമാരാണ്, അങ്ങനെയാണല്ല, അവർക്ക് എന്താ ടീച്ചേഴ്സ് ആണ് അല്ലെ. ടീച്ചർ എന്നാണ് ആ ഒരൊറ്റ കാറ്റഗറി പറയാം. അതുപോലെ ബോയ്സ്, ഗേൾ അല്ലെ, ആ ബോയിയുടെ കാറ്റഗറി നമ്മൾ എന്ത് പറയും, ബോയ്, ഗേൾ. ആ ഒരു കോമൺ ആയിട്ട് അവർ നമ്മൾ എന്താ യൂസ് ചെയ്യുക, ബോയ്, ഗേൾ, ബാഗ്, കൗ അല്ലെ. പശുക്കളുടെ മൊത്തത്തിൽ ആ പശുക്കൾ നമ്മൾ എന്ത് പറയും, കൗ അല്ലെ. അപ്പൊ ഒന്നും കൂടെ നോക്കാം. ബോയ്, ഗേൾ, സ്കൂൾ, ക്യാറ്റ്സ്, റോഡ്, ടീച്ചർ, മാൻ, ഓറഞ്ച്. ഇങ്ങനെ ആ ഒരു കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന നൗൺസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോമൺ നൗൺസ് എന്ന് പറയുന്നത്. ഇവിടെ ഇതാക്കണം, കോമൺ നൗൺ യൂസ് ചെയ്തിട്ടുള്ള ചെറിയൊരു സെന്റൻസ്. സീത ഇസ് എ ഗേൾ. ഇവിടെ എന്താണ് കോമൺ നൗൺ, ഗേൾ ആണ് അല്ലെ. കൊൽക്കത്ത ഇസ് എ സിറ്റി. ഇവിടെ എന്താണ് കോമൺ നൗൺ, സിറ്റി ആണ്. ഓക്കെ, ദെൻ ഇന്ത്യ ഇസ് മൈ കൺട്രി. കൺട്രി അല്ലെ, ഏത് രാജ്യത്തിന് എന്താ പറയാ, കൺട്രി തന്നെയാണ് പറയാ അല്ലെ. ഇന്ത്യക്ക് മാത്രമല്ല, ഏതൊരു രാജ്യത്തിന് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന എന്താണ്, കൺട്രിയാണ്. അശോക വാസ് എ വൈസ് കിങ്, കിങ് അല്ലെ. ഏത് രാജാവായാലും ഏത് കാലത്ത് വന്ന രാജാവായാലും എന്തായാലും അവർക്ക് കോമൺ ആയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യാറ്, കിങ് ആണ് അല്ലെ. ഇനി ചില ടൈമില് ഒരു പ്രത്യേക കേസിൽ പ്രോപ്പർ നൗൺസ് ആർ സംടൈംസ് യൂസ്ഡ് ആസ് എ കോമൺ നൗൺ. ചില ടൈമിൽ നമ്മൾ പ്രോപ്പർ നൗൺ പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോപ്പർ നൗണിന് ചില സമയത്ത് നമ്മൾ കോമൺ നൗൺ ആയിട്ട് യൂസ് ചെയ്യും. വളരെ റയർ കേസാണ്. ഓക്കെ, നോക്കാം. ഹന്ന ഹസാര ഇസ് ദ മഹാത്മാഗാന്ധി ഓഫ് അവർ ഏജ്. ഇവിടെ മഹാത്മാഗാന്ധി ആരാണ്, മഹാത്മാഗാന്ധി ആരോ ഒന്ന് പറഞ്ഞേ. മഹാത്മാഗാന്ധി ആരാണ്? ഇവിടെ മഹാത്മാഗാന്ധി പ്രോപ്പർ നൗൺ ആണ് അല്ലെ. മഹാത്മാഗാന്ധി പ്രോപ്പർ നൗൺ ആണ്. പക്ഷെ ഇവിടെ മഹാത്മാഗാന്ധി യൂസ് ചെയ്തിരിക്കുന്നത് കോമൺ നൗൺ ആയിട്ടാണ്. പക്ഷെ മഹാത്മാഗാന്ധിയുടെ ഒരു മീനിങ് അവിടെ കൊടുക്കുന്നത് നോൺ വയലന്റ് ആക്ടിവിസ്റ്റ് ആണ് അല്ലെ. ഇപ്പോൾ മറ്റൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരുപാട് നേഴ്സുമാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ നോക്കിയിട്ട് എന്ത് പറയും, അവരൊക്കെ മദർ തെരേസകളാണെന്ന് പറയും. അപ്പൊ അവിടെ മദർ തെരേസ എന്ന് പറയുന്ന ആ വ്യക്തി എന്തായിട്ട് യൂസ് ചെയ്തു, ആ ഗ്രൂപ്പിന് വേണ്ടിയിട്ടുള്ള കോമൺ ആയിട്ടുള്ള കോമൺ നൗൺ ആയിട്ട് അവർ യൂസ് ചെയ്തു അല്ലെ. ഞാൻ മഹാത്മാഗാന്ധി ഒന്നല്ല എന്നൊക്കെ പറയും. ആ ഒരു ഗ്രൂപ്പ് ഓഫ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചില സമയത്ത് പ്രോപ്പർ നൗണിനെ എന്തായിട്ട് യൂസ് ചെയ്യും, കോമൺ നൗൺ ആയിട്ടും യൂസ് ചെയ്യാറുണ്ട്. നോക്കാം. ദെൻ കളക്റ്റീവ് നൗൺസ്. ഓക്കെ, കോമൺ നൗൺ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരൊറ്റ വേർഡിൽ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്താണ് എന്നുള്ളത് അല്ലെ. കളക്ഷൻ അല്ലെ. കളക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, കളക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയില്ലേ, കളക്റ്റീവ് നൗൺ, അതും ഒരു കൂട്ടമാണ് അല്ലെ. എ കളക്റ്റീവ് നൗൺ ഇസ് ദ നെയിം ഓഫ് എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ or thing taken together and spoken as a whole and unit. ആ കൂട്ടത്തെ, ആ ഒരു ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ആ ഒരു മൊത്തത്തിൽ ആ ഒരു ഗ്രൂപ്പിനെ പറയാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്, കളക്റ്റീവ് നൗൺ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു കൂട്ടത്തെ, ആ ഒരു ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ആ മൊത്തം ഒരു യൂണിറ്റിനെ തന്നെ എന്ത് പറയും, ഈ ഒരു കളക്റ്റീവ് നൗൺ വെച്ചിട്ടാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. ദ വേർഡ് ക്രൗഡ്. ക്രൗഡ് ഇസ് എ സിംഗുലർ. ഇവിടെ എന്താണ്, ക്രൗഡ് എന്താണ്, സിംഗുലർ അല്ലേ. നിങ്ങൾക്ക് ഈ ക്രൗഡ് കാണുമ്പോൾ നിങ്ങൾ ഒറ്റയടിക്ക് നിങ്ങൾ ആ ക്രൗഡ് അറിയുന്ന വാക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് അത് എന്തായിട്ടാണ് തോന്നുന്നത്, പ്ലൂറൽ ആണോ സിംഗുലർ ആണോ? പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ എന്തുണ്ടാവും, ഒരു ക്രൗഡിന്റെ കൂടെ രസമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് നോക്കാം എന്താണ് പ്ലൂറൽ ആയിട്ട് തോന്നും. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് അത് എന്തായിട്ടാണ് തോന്നുന്നത്, ക്രൗഡ് എന്താണ്, സിംഗുലർ ആണ്. പക്ഷേ ബട്ട് ഇറ്റ് ഈസ് റെഫേഴ്സ് ടു എ കളക്ഷൻ ഓഫ് പീപ്പിൾ. ക്രൗഡ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഒരു കൂട്ടം ജനങ്ങൾ അവിടെ ഗ്രൗണ്ടിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ, ക്രൗഡ് എന്നാ പറയാ അല്ലെ. അതൊരു ക്രൗഡാണ്, ആ ജനങ്ങളുടെ ഒരു കൂട്ടത്തിനെയാണ് ക്രൗഡ് എന്ന് പറയുന്നത്. വേർഡ് സിംഗുലർ ആണെങ്കിലും യൂസ് ചെയ്യുന്നത് ഒരു പ്ലൂറൽ ഫോമിന് വേണ്ടിയിട്ടാണ്, ഒരു പ്ലൂറൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ക്രൗഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് മറ്റു എക്സാമ്പിളിലോട്ട് നോക്കാം. ഓക്കെ, ഇനി കുറച്ച് കളക്റ്റീവ് നൗൺസിനുള്ള എക്സാമ്പിൾസ് ആണ്. A swarm, bees, mosquitoes, flies. A swarm of bees, swarm of mosquitoes, swarm of flies എന്നൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക. നമ്മൾ മൊസ്കിറ്റോസിന്റെയും ഫ്ലൈസിന്റെയൊക്കെ, ഈച്ചകളുടെയും പ്രാണികളുടെയൊക്കെ കൊതുകിന്റെയൊക്കെ കൂട്ടത്തിനെ പറയാൻ അല്ലെ, കൊതുകുകളുടെയൊക്കെ കൂട്ടത്തിനെ പറയാൻ നമ്മൾ ഈ വേർഡാണ് യൂസ് ചെയ്യുക. ദെൻ എ ഹെർഡ് ഓഫ് കാറ്റിൽ, എ ഹെർഡ് ഓഫ് കാറ്റിൽ, ഡിയർ, എലിഫന്റ് അല്ലെ.
കന്നുകാലികളുടെ ഒക്കെ കൂട്ടത്തിന് അല്ലെ, അവിടെ ഒരു കൂട്ടം കന്നുകാലികളുണ്ടെന്ന് എങ്ങനെ പറയാം? എ ഹെഡ് ഓഫ് കാറ്റിൽ, എ ഹെഡ് ഓഫ് എലിഫന്റ് എന്നാണ് പറയാം. നമ്മുടെ ആനകളുടെ ഒക്കെ കൂട്ടത്തിനെയും അതുപോലെ കന്നുകാലികൾ, ഡിയറിന്റെ ഒക്കെ, മാനിന്റെ ഒക്കെ കൂട്ടത്തിന്, അങ്ങനെയുള്ള ആ കൂട്ടങ്ങൾ പറയാൻ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? എ ഹേർഡ് എന്നാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇതിന് സെപ്പറേറ്റ് ഒരു അർത്ഥമില്ല, ആ കൂട്ടം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ എ ബഞ്ച് ഓഫ് കീസ്. ഓക്കെ, നമ്മൾ എപ്പോഴും പറയാറുണ്ടാവും എന്താണ്? a bunch of keys, a bunch of bananas, a bunch of grapes, a bunch of flowers. അപ്പോൾ ഫ്ലവറിന്റെ കൂട്ടത്തെയും ഗ്രേപ്സിന്റെ കൂട്ടത്തെയും കീയുടെ ഒക്കെ ഒരു കൂട്ടം കീയൊക്കെ നമ്മൾ കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയേണ്ടത്? എ ബഞ്ച് ഓഫ് കീസ് എന്നാണ് പറയേണ്ടത്. അപ്പൊ കീയുടെ ഒക്കെ കൂട്ടത്തിന് നമ്മൾ യൂസ് ചെയ്യുന്ന കളക്റ്റീവ് നൗൺ ആണ് എന്ത്? ബഞ്ച്. ഓക്കെ, ദെൻ an army of soldiers. ഇത് എല്ലാവർക്കും ഏകദേശമൊക്കെ അറിയാവുന്നുണ്ടാവും. ഒരു സോൾജേഴ്സിന്റെ ഒക്കെ കൂട്ടത്തിനെ കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പണ്ടേ പറഞ്ഞ് ശീലിച്ചു പോയി എന്താണ്? ആർമി. ഓക്കെ, an army of soldiers. Then a fleet of ships, a fleet of car, a fleet of truck, bus, planes. ഇങ്ങനെയുള്ള വെഹിക്കിൾസിന്റെ ഒക്കെ ആ കൂട്ടത്തിന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുക? എ ഫ്ലീറ്റ് എന്നാണ് യൂസ് ചെയ്യുക. ഓക്കെ, ആ ഒരു കൂട്ടത്തെ പറയാൻ എന്താ യൂസ് ചെയ്യുക? എ ഫ്ലീറ്റ് എന്നാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ a crew of workers in a ship or plane. നമ്മൾ പ്ലെയിനിലും ഷിപ്പിലൊക്കെ വർക്ക് ചെയ്യുന്ന അവരുടെ ആ ഒരു വർക്കേഴ്സിന്റെ ഒരു ഗ്യാങ് ഉണ്ടാവുമല്ലോ, അതിനെ പറയുന്നതാണ് a crew of workers. ഓക്കെ, then a pride of lions. സിംഹത്തിന്റെ കൂട്ടങ്ങളെ പറയാൻ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? എ പ്രൈഡ് ഓഫ് ലയൺസ് എന്നാണ് യൂസ് ചെയ്യുന്നത്. ദെൻ എ ടീം ഓഫ് വർക്കേഴ്സ്. ഇതൊക്കെ നമ്മൾ ഒരു ഓട്ടോമാറ്റിക്കലി നമ്മൾ പറഞ്ഞ് ശീലിച്ചു പോയ വാക്കുകളാണ് അല്ലെ. ഇത് കളക്റ്റീവ് നൗൺസ് ആണെന്ന് അറിയാതെ പോലെ തന്നെ നമ്മൾ ലൈഫിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് യൂസ് ചെയ്ത് ശീലാക്കിയിട്ടുണ്ട് അല്ലെ. അപ്പോൾ എ ടീം ഓഫ് വർക്കേഴ്സ്, എ ടീം ഓഫ് മെമ്പേഴ്സ് അല്ലെ. നമ്മുടെ ഒരു മെമ്പേഴ്സിന്റെ ഒരു കൂട്ടത്തിനൊക്കെ ആ ടീം ഓഫ് മെമ്പേഴ്സ് ആണ് അവിടെ എന്ന് പറയും അല്ലെ. ഓക്കെ, ദെൻ എ ജൂറി ഓഫ് ജഡ്ജസ്. നിങ്ങൾ ടി വിയിലൊക്കെ കാണാറില്ലേ? എന്ത് കാണാറുണ്ട്? പ്രോഗ്രാംസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾ 3-4 ജഡ്ജിമാരൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവരെന്താ പറയാ? ജൂറി എന്നാണ് അവർ പറയാ. ജൂറി ഓഫ് ജഡ്ജസ് എന്നാണ് അവര് പറയാം. ദെൻ എ സ്റ്റാക്ക് ഓഫ് ബുക്സ്, മണി, പാൻകേക്സ്, ഇങ്ങനെയുള്ളതിനൊക്കെ എന്താ പറയാ? എ സ്റ്റാക്ക് എന്നാണ് പറയാ. ഓക്കെ, ദെൻ എ പൈൽ ഓഫ് ബുക്സ്, എ പൈൽ ഓഫ് കാർബേജ്, എ പൈൽ ഓഫ് സാൻഡ്. പൊതുവെ നമ്മൾ കാർബേജിന്റെ കൂടെ എപ്പോഴും യൂസ് ചെയ്യാറുണ്ടായിരുന്നു. നമ്മൾ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ വായിക്കുമ്പോൾ കാണാം നമ്മൾ കാർബേജ് ഒക്കെ കൂട്ടിയിട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്നതാണ് എ പൈൽ ഓഫ് കാർബേജ്. ഓക്കെ, എ ഖയർ ഓഫ് സിംഗേഴ്സ്. എന്താണ് ഖയർ? കൂട്ടം, പാട്ടുകാരുടെ ഒരു കൂട്ടം. നമ്മൾ പള്ളിയിലൊക്കെ പാട്ട് പാടുന്ന കൂട്ടത്തിന് അവരെപ്പോഴും വിളിക്കാറ് എന്താണ്? ഓട്ടോമാറ്റിക്കലി അവർ വിളിക്കാറുള്ളത് തന്നെ എന്താണ്? ഖയറാണ്. ഖയർ സംഘം എന്നൊക്കെ പറയും അല്ലെ. ദെൻ a litter of puppies, kittens. പപ്പീസിന്റെയും കിറ്റൻസിന്റെയും ഒക്കെ കൂട്ടത്തിനെ പറയാൻ എന്താണ് യൂസ് ചെയ്യുക? ലിറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, സോ കളക്റ്റീവ് നൗൺസ് എന്ന് പറയുന്നത് ഇതാ ഇപ്പൊ ഇവിടെ കാണിച്ചിട്ടുള്ള അത്ര മാത്രമല്ല കളക്റ്റീവ് നൗൺസ് ഉള്ളത്. അതൊരു വലിയൊരു ഗ്രൂപ്പ് തന്നെയാണ്. ഒത്തിരി പഠിക്കാനുണ്ട് കളക്റ്റീവ് നൗൺസ്. നമ്മൾ V1, V2, V3 അല്ലേ, വെർബിന്റെ V1, V2, V3 പഠിച്ചത് എങ്ങനെയായിരുന്നു? വലിയൊരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടായിരുന്നു. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? കളക്റ്റീവ് നൗൺസിന്റെ ഒരു വലിയ ലിസ്റ്റ് തയ്യാറാക്കണം. ഓക്കെ, ഞാൻ ഇതൊരു കളക്റ്റീവ് നൗൺസിന്റെ ഒരു ഗ്രൂപ്പ് ഓഫ് എത്ര കൊടുത്താലും നമ്മൾ ഈ ക്ലാസ്സിന്റെ ഉള്ളിൽ ഒതുങ്ങുന്നതിന് അപ്പുറമുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? വീട്ടിൽ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിലൊക്കെ കളക്റ്റീവ് നൗൺസിന്റെ ഗ്രൂപ്പ് നിങ്ങൾ നന്നായിട്ട് തയ്യാറാക്കുന്ന സമയത്ത് നന്നായിട്ട് റീഡ് ചെയ്യുക കേട്ടോ. ഞാൻ സ്റ്റഡി നോട്ട്സിന്റെ ഭാഗത്ത് ഞാൻ കൂടുതൽ കളക്റ്റീവ് നൗൺസ് ആഡ് ചെയ്യും. നിങ്ങളും കൂടുതൽ കളക്റ്റീവ് നൗൺസ് കണ്ടെത്തിയിട്ട് പഠിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ കൗണ്ടബിൾ നൗൺ. എന്താണ് കൗണ്ടബിൾ? കൗണ്ട് ചെയ്യുക. എന്താ കൗണ്ട് ചെയ്യുക എന്ന് ഒന്ന് പറഞ്ഞ് കൗണ്ട് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലേ. 1, 2, 3, 4, 5, 6 എന്ന് നമ്മൾ കൗണ്ട് ചെയ്യുന്നതിനാണ് എന്ത് പറയാ? കൗണ്ടബിൾ എന്നൊക്കെ പറയുന്നത് അല്ലെ. അപ്പൊ കൗണ്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായതാണ് എന്തോ കൗണ്ട് ചെയ്യുന്ന കാര്യമാണ്. കൗണ്ട് ചെയ്യാൻ കിട്ടണം അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ കൗണ്ട് ചെയ്യുമ്പോൾ എന്താ നൗണിന് സംഭവിക്കുന്നത്. ഓക്കെ, ദ ടൈപ്പ് ഓഫ് നൗൺസ് വിച്ച് ക്യാൻ ബി കൗണ്ടഡ്. കൗണ്ട്, എണ്ണാൻ സാധിക്കുന്നത്, എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കുന്ന നൗൺസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ 2-3-4 ചെയർ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ആ ചെയർ എന്തായിരിക്കും? നിങ്ങൾക്ക് അത് എണ്ണാൻ സാധിക്കും അല്ലെ. എണ്ണാൻ കഴിയാത്തത് ഇനി എത്ര ചെയർ കൊണ്ടുവന്നിട്ടാലും എന്താണ് സമയം എടുത്താലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? എണ്ണാൻ സാധിക്കും അല്ലെ. നമ്മുടെ ക്ലാസ്സിൽ ഇപ്പൊ എത്ര ഗേൾസ് ഉണ്ട്, എത്ര ബോയ്സ് ഉണ്ട് എന്നുള്ള നമുക്ക് എന്താണ് എണ്ണാൻ സാധിക്കും. അതൊരിക്കലും എത്ര ഉണ്ടെങ്കിലും നമുക്ക് ഇന്നോ നാളെയോ എന്താണ് എണ്ണി തീർക്കാൻ സാധിക്കും അല്ലെ. എക്സാമ്പിൾ നോക്കാം. ചെയർ, ഗേൾ, ബോയ്, സ്കൂൾ,
പാർക്ക്, വാച്ച്, ഡോഗ്, ഇങ്ങനെയുള്ള എല്ലാം എന്താണ്, ഒരുവിധം എല്ലാ വസ്തുക്കളും നമുക്ക് എന്താണ്, കൗണ്ടബിൾ ആണ് അല്ലെ. എല്ലാം എണ്ണാൻ സാധിക്കും, എണ്ണി തീരാൻ സാധിക്കും. അങ്ങനെ എണ്ണി കൗണ്ട് ചെയ്യാൻ സാധിക്കുന്നുള്ള എല്ലാ വസ്തുക്കളെയും നമ്മൾ എന്ത് പറയും, കൗണ്ടബിൾ നൗൺസ് എന്ന് പറയും. ഓക്കെ, then nouns usually take a and when used in the singular. ഓക്കെ, സ്വാഭാവികമായിട്ട് നമ്മൾ കൗണ്ട് ചെയ്യാൻ സാധിക്കും. നമ്മൾ എന്ത് ചെയ്യും, അവരുടെ ഫ്രണ്ടിലായിട്ട് നമ്മൾ എന്തിട്ട് കൊടുക്കും, എ ഗേൾ, എ ബോയ്, ആൻ ആപ്പിൾ എന്നൊക്കെ പറയാറില്ലേ. എ ബോയ്, എ ഗേൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താ, ഒരു പെൺകുട്ടി, ഒരു ആൺകുട്ടി എന്നൊക്കെ പറയാൻ നമ്മൾ പൊതുവെ എന്ത് യൂസ് ചെയ്യാറുണ്ട്, എയും ആനും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, then in most cases countable, example a boy, a book, a dog, an umbrella, ഇതൊക്കെയാണ് എന്ത്, കൗണ്ടബിൾസ്. ഇനി മറ്റൊരു പ്രത്യേകത, ഓൾ കൗണ്ടബിൾ നൗൺസ് ആർ പ്ലൂറൽ. സ്വാഭാവികമാണ് അല്ലെ, സിംഗുലറും പ്ലൂറലും ഉണ്ടാവും അല്ലെ. ഇവിടെ ഒരു 5 ചെയർ ഉണ്ടെങ്കിൽ ഇവിടെ ഒരൊറ്റ ചെയർ ഉള്ളു, അപ്പൊ എന്താണ്, ചെയർ. ഓക്കെ, then ഇവിടെ എന്തുണ്ടാവും, നിങ്ങൾ അത് കൗണ്ട് ചെയ്ത് വരുമ്പോൾ ഇവിടെ ഒരുപാട് ചെയർ ഉണ്ട്, അപ്പൊ സ്വാഭാവികമായിട്ട് എന്തായി, ചെയർസ് ആയി, എന്തായി, പ്ലൂറൽ ഉണ്ടാവും. സ്വാഭാവികമല്ലേ. ഡോഗ്, ഡോഗ്സ്, ബുക്ക്, ബുക്സ്, എന്താണ്, എല്ലാ കൗണ്ടബിൾ നൗൺസിനും എന്തുണ്ടാവും, പ്ലൂറൽ ഫോമും ഉണ്ടാവും. ഓക്കെ, അപ്പം എന്താണ്, കൗണ്ട് ചെയ്യാൻ കഴിയുന്ന നൗൺസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൗണ്ടബിൾ നൗൺസ് എല്ലാ കൗണ്ടബിൾസും എന്തുണ്ടാവും, സിംഗുലർ, പ്ലൂറൽ എന്ന് പറയുന്ന ഒരു വശം കൂടെ ഉണ്ടാവും. then uncountable nouns. കൗണ്ടബിൾ നൗൺസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് എന്താണ് അൺകൗണ്ടബിൾ നൗൺസ് ഞാൻ പറഞ്ഞു തരേണ്ടതില്ല. എന്തായാലും അതെന്തായിരിക്കും, അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ കൗണ്ടബിൾ നൗണിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്, അൺകൗണ്ടബിൾ നൗൺ. അപ്പൊ എന്തോ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത കാര്യങ്ങളും ഉണ്ട് നമ്മുടെ ഈ ഭൂമിയിൽ. ഓക്കെ, നോക്കാം. അപ്പോൾ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തത് അൺകൗണ്ടബിൾ ആയിട്ടുള്ള നൗൺസ്, ദ നൗൺസ് വിച്ച് cannot be counted എന്നാണ് പറയുന്നത്. cannot be counted are called uncountable nouns. അപ്പൊ എന്താണ്, കൗണ്ട് ചെയ്യാൻ കഴിയാത്തതെല്ലാം എന്താണ്, അൺകൗണ്ടബിൾ നൗൺസ് ആണ്. ഇനി നോക്കാം, റൈസ്, വാട്ടർ, ഷുഗർ, മിൽക്ക്, പെട്രോൾ, ഓയിൽ, ലവ്, ഹോണസ്റ്റി, ഹേറ്റ്, ലൈറ്റ്, ജെലസി, ഇതൊക്കെ എന്താണ്, എനിക്ക് ഇത്രത്തോളം സ്നേഹമുണ്ട്. നിങ്ങൾ പറയാറില്ലേ, സ്നേഹമൊന്നും എനിക്ക് എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ കഴിയില്ല, കാരണം അതെന്താണ്, അത് അനന്തമാണെന്നൊക്കെ പറയും. ആ അനന്തത എന്തുകൊണ്ടാണ്, അത് അൺകൗണ്ടബിൾ ആയതുകൊണ്ടാണ് അല്ലെ. അതുപോലെ റൈസ്, അരി. അപ്പൊ നിങ്ങൾ പറയുന്നുണ്ടാവും ചില യൂട്യൂബ് ചാനലിലൊക്കെ ഇപ്പൊ എന്തുണ്ട്, അരിയൊക്കെ എണ്ണുന്നുണ്ട് അല്ലെ. അതൊക്കെ അവരുടെ ഒരു റീച്ചിനൊക്കെ വേണ്ടിയിട്ട് ഇരുന്ന് എണ്ണുന്നതാണ്. പക്ഷെ എന്താണ്, നമ്മുടെ ഒരു നൗണിന്റെ കേസിൽ വരുമ്പോൾ റൈസ് ഒക്കെ എന്തുതന്നെയാണ്, അൺകൗണ്ടബിൾ തന്നെയാണ്. ഓക്കെ, അപ്പൊ റൈസ്, വാട്ടർ, ഷുഗർ, മിൽക്ക്, ഇങ്ങനെ കൗണ്ട് ചെയ്യാൻ കഴിയാത്ത വാട്ടർ പോലെയുള്ള എല്ലാ പരിപാടികളൊക്കെ എന്താണ്, അൺകൗണ്ടബിൾ നൗൺസ് ആണ്. ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ പേരെടുത്ത് പറയേണ്ട, പക്ഷെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതിനൊരു പേരിട്ട് അത് ജസ്റ്റ് ഒരു തിയറി പോലെ പഠിപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ദെൻ അടുത്ത അൺകൗണ്ടബിൾ നൗൺസിൽ പറയുന്ന ഒരു കാര്യമാണ് ഓൾ അബ്സ്ട്രാക്ട് നൗൺസ് ആർ അൺകൗണ്ടബിൾ. എന്താണ് അബ്സ്ട്രാക്ട് നൗൺസ്? ഓക്കെ, ഇതിന് ശേഷം അടുത്തൊരു പാർട്ടിലായിട്ട് അബ്സ്ട്രാക്ട് നൗൺസ് ഉണ്ട്, ഇതിന് ശേഷം വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പറയാം, നമുക്ക് എന്താ പറയാ, ലവ്, ജെലസി, ഇങ്ങനെയുള്ള നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും, നമുക്ക് ടച്ച് ഒന്നും ചെയ്യാൻ കഴിയാത്ത ചില ഇമോഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അബ്സ്ട്രാക്ട് നൗൺസ് ആണ്. ഓക്കെ, അപ്പൊ എല്ലാ അബ്സ്ട്രാക്ട് നൗൺസും എന്താണ്, അൺകൗണ്ടബിൾ ആണ്. ഓക്കെ, ദെൻ അൺകൗണ്ടബിൾ നൗൺസ് ആർ നോട്ട് യൂഷ്വലി യൂസ്ഡ് ഇൻ പ്ലൂറൽ. പ്ലൂറൽ ഫോം എന്തായാലും ഉണ്ടാവാറില്ല. ഓക്കെ, ലവ്സ് നിങ്ങൾ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല അല്ലെ, ഒരിക്കലും അതിന് എന്തുണ്ടാവില്ല, പ്ലൂറൽ ഫോം ഉണ്ടാവുകയല്ല. ഓക്കെ, ദെൻ പ്ലൂറൽ ഓർ വിത്ത് ന്യൂമറൽസ്, ദേ ആർ മെയിൻലി യൂസ്ഡ് ഇൻ ദ സിംഗുലർ ഓൺലി. എന്താണ് അവർ എങ്ങനെയാ മാത്രമാണ് യൂസ് ചെയ്യാറുള്ളത്, സിംഗുലർ ആയിട്ട് മാത്രമാണ് മക്കളെ യൂസ് ചെയ്യാറുള്ളൂ. ഡു നോട്ട് ടേക്ക് എ ആൻഡ്. സിംഗുലർ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ എന്തായാലും അതിന് മുമ്പിൽ എക്കും ആനും ഒന്നും എന്തില്ല, അവിടെ ഒരു സാധ്യതയില്ല. ഓക്കെ, അപ്പൊ പ്ലൂറൽ ഫോം ഒരിക്കലും അൺകൗണ്ടബിൾ നൗണിന് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, അതെപ്പോഴും എന്തായിട്ടാണ് യൂസ് ചെയ്യുക മക്കളെ, സിംഗുലർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, then if you want to know the quality of these nouns, ഇനി നിങ്ങൾക്ക് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, എനിക്ക് അതൊന്ന് കൗണ്ട് ചെയ്യണം എന്ന് എനിക്ക് നിർബന്ധമാണ്. ഓക്കെ, നമ്മൾ അങ്ങനെയല്ലേ, സാധിക്കാത്ത എല്ലാ കാര്യത്തിനും നമ്മൾ പലപ്പോഴും വാശി പിടിക്കും. അതുപോലെ നിങ്ങൾക്ക് ഇനി തോന്നുകയാണ് എന്താണ്, വിട്ടാൽ ശരിയാവില്ല, അൺകൗണ്ടബിൾ നൗൺസിനെയൊക്കെ ഒന്ന് കൗണ്ട് ചെയ്യണം, എനിക്ക് അതിന്റെ അളവൊക്കെ ഒന്ന് അറിയണം, എനിക്കിതിന് വെള്ളത്തിന്റെ അളവൊന്ന് അറിയണം, ഈ അരിയുടെ കണക്കൊക്കെ എനിക്കൊന്ന് അറിയണം, അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണ് ഇതൊന്ന് കൗണ്ട് ചെയ്യണം. അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, ഇഫ് യു വാണ്ട് ടു നോ ദ ക്വാളിറ്റി of these nouns we use some countable units.
അവിടെ വെറുതെ ഒന്നും പറ്റില്ല. തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ച കൗണ്ടബിൾ നൗൺസ് ഉണ്ടല്ലോ, കൗണ്ടബിൾ ആയിട്ടുള്ള നൗൺസോ അല്ലെങ്കിൽ കൗണ്ടബിൾ ആയിട്ട് എണ്ണാൻ സാധിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ചില വാക്കുകളൊക്കെ ഉണ്ട്. ഓക്കെ, കൗണ്ടബിൾ യൂണിറ്റ്സുകൾ ഉണ്ട്, അവരുടെ ഹെൽപ്പ് വേണം. അല്ലാതെ വെറുതെ പോയി നമുക്ക് ഇരുന്ന് എണ്ണാൻ കഴിയില്ല. അൺകൗണ്ടബിൾ നൗൺസിന് തൊട്ട് മുമ്പിലായിട്ട് ചില വാക്കുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്തായി നമുക്കത് എണ്ണാൻ സാധിക്കും. നോക്കാം, എക്സാമ്പിൾ നോക്കാം. വാട്ടർ എന്തായിരുന്നു? അൺകൗണ്ടബിൾ അല്ലേ. വെള്ളം എന്തായാലും കൗണ്ട് ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഇവിടെ എങ്ങനെ എന്ത് ചെയ്യാൻ കഴിയും? എ ഗ്ലാസ് ഓഫ് വാട്ടർ. ഇവിടെ കണ്ടോ, ഇതെന്താ? ഗ്ലാസ് എന്താണ്? അതൊക്കെ കൗണ്ടബിൾ ആണ് അല്ലെ. ഇവിടെ കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു നൗണ്, എ ഗ്ലാസ് ഓഫ് എന്ന് പറയുന്ന കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു നൗണ് അൺകൗണ്ടബിളിന് മുമ്പിൽ ചേർത്ത് കഴിഞ്ഞപ്പോൾ എന്തായി? എ ഗ്ലാസ് ഓഫ് വാട്ടർ. ഒരു ഗ്ലാസ്സിൽ ഇത്ര വെള്ളം ഒഴിച്ചാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ കഴിയും ഈ ഗ്ലാസിന്റെ ഉള്ളിൽ ഇത്ര വെള്ളം ഉണ്ട് അല്ലെ. ഗ്ലാസ് ഓഫ് വാട്ടർ, കറക്റ്റ് ഗ്ലാസ് വെള്ളം. അപ്പൊ എന്ത് ചെയ്യും? ആ വെള്ളം നിങ്ങൾ എന്ത് ചെയ്തു? കൗണ്ട് ചെയ്തു അല്ലെ. ഗ്ലാസ് ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ ആ വാട്ടർ കറക്റ്റ് ഒരു ഗ്ലാസ് വെള്ളം എന്നുള്ളത് എന്ത് ചെയ്തു? ആ ഒരു വെള്ളത്തെ മാത്രം നിങ്ങൾ എന്ത് ചെയ്തു? കൗണ്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ആ വെള്ളത്തെ കൗണ്ട് ചെയ്യാൻ നിങ്ങൾ ആരുടെ ഹെൽപ്പാണ് നോക്കിയത്? കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു നൗണിന്റെ ഹെൽപ്പ് നോക്കി. ഓക്കെ, ദെൻ പെട്രോൾ എന്താണ്? കൗണ്ട് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അൺകൗണ്ടബിൾ ആണ്. ഇവിടെ എ ലിറ്റർ ഓഫ് പെട്രോൾ. ഇവിടെ എന്ത് ചെയ്തു? എ ലിറ്റർ ഓഫ്, ഇവിടെ ഒരു കൗണ്ടബിൾ യൂണിറ്റ് ഇവിടേക്ക് ചേർത്ത് കൊടുത്തപ്പോ എന്തായി? ആ പെട്രോൾ എന്ത് ചെയ്തു? 1 ലിറ്റർ, 2 ലിറ്റർ, 3 ലിറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കൗണ്ട് ചെയ്യാൻ സാധിക്കും. ദെൻ എ പീസ് ഓഫ് അഡ്വൈസ്. എന്താണ് പീസ് ഓഫ് അഡ്വൈസ്? അഡ്വൈസ്, ഉപദേശവും നമുക്ക് ഒരിക്കലും എത്ര അല്ലെ, ഉപദേശത്തിന് കയ്യും കണക്കുമില്ല എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഉപദേശം എത്ര കിട്ടിയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൗണ്ട് ചെയ്യാൻ കഴിയില്ല. പക്ഷെ നമുക്ക് ഇവിടെ ഇങ്ങനെ എ പീസ് ഓഫ് അഡ്വൈസ് എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതിനെ കൗണ്ട് ചെയ്യാൻ കഴിയും. ദെൻ ബ്രെഡ്, എ 5 ലോഫ്സ് ഓഫ് ബ്രെഡ്. ഇതെന്താണ്? 5 ലോഫ്സ്, കറക്റ്റ് 5 ലോഫ്സ് ഓഫ് ബ്രെഡ് എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതിനെ കൗണ്ട് ചെയ്യാം. അതുപോലെ സം റൈസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കുറച്ചരി. സം വാട്ടർ എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് അതിനെ എന്ത് ചെയ്യാം? കൗണ്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദെൻ ഇവിടെ കൗണ്ട് ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവിടെ കൗണ്ട് ചെയ്യാതെ അൺകൗണ്ടബിൾ ആയിട്ടും കൗണ്ട് ആയിട്ടും നമുക്ക് ലൈറ്റ് എന്താണ്? ലൈറ്റ് കൗണ്ട് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് ലൈറ്റ് പ്രകാശം, നമ്മൾ പുറത്ത് ഗ്രൗണ്ടിലോട്ട് ഇറങ്ങി കഴിഞ്ഞ് വരുന്ന പ്രകാശം നമുക്ക് കൗണ്ട് ചെയ്യാൻ കഴിയില്ല. അതെന്താണ്? അൺകൗണ്ടബിൾ ആണ്. ഓക്കെ, നോക്കാം. There was no light in the room and so I could not read. ഓക്കെ, റൂമിൽ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ എന്താണ്? ഇവിടെ ലൈറ്റ് എന്താണ്? അൺകൗണ്ടബിൾ ആണ്. റൂമിൽ ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റീഡ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ എന്താണ്? അൺകൗണ്ടബിൾ ആണ് എന്ത്? ലൈറ്റ്. ഇനി ഇതപ്പം തന്നെ ഞാൻ എന്ത് ചെയ്തുതരാം? ഈ ലൈറ്റിനെ പോയിട്ട് അങ്ങ് കൗണ്ട് ചെയ്ത് കാണിച്ചുതരാം. ഓക്കെ, there are 10 lights. ഇതെന്താണ്? ഒരു നമ്പർ ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, there are 10 lights in that big hall. ഹാളിൽ എത്ര ലൈറ്റ്സ് ഉണ്ട്? 10 ലൈറ്റ്സ് ഉണ്ട്. ഇതാ കൗണ്ട് ചെയ്തു കഴിഞ്ഞു. ലൈറ്റ്സിന് ഞാൻ എന്ത് ചെയ്തു? 10 എന്ന് പറയുന്ന ഒരു സംഖ്യ മുമ്പിൽ കൊടുത്തിട്ട് ആ ലൈറ്റിന് എന്ത് ചെയ്തു? കൗണ്ട് ചെയ്തു. ഇതാ ഇപ്പൊ ഈ സെന്റൻസ് എന്തായി മാറി? കൗണ്ടബിൾ ആയിട്ട് മാറിയില്ലേ? ഓക്കെ, ഇവിടെ ലൈറ്റ് അൺകൗണ്ടബിൾ ആയിരുന്നെങ്കിൽ ഇവിടെ എന്ത് സംഭവിച്ചു? ലൈറ്റ് കൗണ്ടബിൾ ആയി. ഓക്കെ, അപ്പൊ അൺകൗണ്ടബിളിനെ കൗണ്ടബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ഐഡിയാസ് ഒക്കെ ഉണ്ട്. അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അൺകൗണ്ടബിൾ എന്തായിട്ട് മാറും? കൗണ്ടബിൾ ആയിട്ട് മാറും. ഓക്കെ, ദെൻ അബ്സ്ട്രാക്ട് നൗൺ. അപ്പോ അൺകൗണ്ടബിളും കൗണ്ടബിളും കറക്റ്റ് ആയെന്ന് തോന്നുന്നു. വളരെ ഈസിയാണ് അല്ലെ, എണ്ണാൻ സാധിക്കുന്നതും എണ്ണാൻ സാധിക്കാത്തതും. ദെൻ അടുത്ത നൗൺസ് നോക്കാം. അടുത്ത നൗൺ അബ്സ്ട്രാക്ട് നൗൺ. എന്താണ് അബ്സ്ട്രാക്ട് നൗൺ? നമ്മൾ ഇപ്പൊ കുറച്ച് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു അബ്സ്ട്രാക്ട് നൗൺ എന്താണെന്ന് അല്ലെ. അബ്സ്ട്രാക്ട് നൗൺ എന്താണ്? അൺകൗണ്ടബിൾ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു എല്ലാ അബ്സ്ട്രാക്ട് നൗൺസും എന്താണ്? അൺകൗണ്ടബിൾ ആണെന്ന് പഠിച്ചു. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്താണ് അബ്സ്ട്രാക്ട് നൗൺ എന്നുള്ളത് കറക്റ്റ് ആയിട്ടൊന്ന് പഠിച്ചു നോക്കാം. ഓക്കെ, അബ്സ്ട്രാക്ട് നൗൺ is the noun of some state, quality, feelings, ഐഡിയ. ഇതൊക്കെയാണ് എന്ത്? ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഒരു അവസ്ഥ അല്ലെ, അതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. പക്ഷേ ആ ഇമോഷൻസ് ഒക്കെ എന്താണ് ഇമോഷൻസ് ഒക്കെ? നമ്മുടെ സെൻസ് ഓർഗൻസ് വെച്ചിട്ട്, നമ്മുടെ 5 സെൻസ് ഓർഗൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? വി ക്യാൻ സീ ആൻഡ് ടച്ച്, സ്മെൽ ആൻഡ് ടേസ്റ്റ്. ഓക്കെ, നമുക്കിത് എന്താണ്? കാണാനും കേൾക്കാനും ഒന്നും നമ്മുടെ 5 സെൻസ് ഓർഗൻസ് വെച്ചിട്ട് കാണാനും കേൾക്കാനും സ്മെല് ചെയ്യാനും ടേസ്റ്റ് ചെയ്യാനും ഒന്നും കഴിയാത്ത നൗൺസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ഒരു ഇമോഷൻസ് ആണത്. ഓക്കെ, നമ്മൾ തന്നെ പറയാറുണ്ട്, എൻ്റെ ഫീലിങ്സ് പറഞ്ഞു തന്നെ എനിക്ക് മനസ്സിലാവില്ല, അത് എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞു തന്നെ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവില്ല എന്നൊക്കെ പറയില്ലേ. അത് തന്നെയാണ് ഇവിടെ അബ്സ്ട്രാക്ട് നൗൺസ്. എന്താണ്? നമുക്ക് മനസ്സിലാവില്ല, കാരണം നമുക്കത് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല? സീ ചെയ്യാനോ ടച്ച് ചെയ്യാനോ സ്മെല് ചെയ്യാനോ ടേസ്റ്റ് ചെയ്യാനോ ഒന്നും കഴിയാത്തതുകൊണ്ട് എന്താണ്? ഒന്നും മനസ്സിലാവില്ല കേട്ടോ. ഓക്കെ, ദെൻ നമുക്ക് എക്സാമ്പിൾ നോക്കാം.
ഇന്റലിജൻസ്. ഓക്കെ, നമ്മുടെ ബുദ്ധി എന്തായാലും മറ്റുള്ളവർക്ക് അളന്നു നോക്കാനൊന്നും സാധിക്കില്ലല്ലോ മക്കളെ, അല്ലെ? ദെൻ ട്രൂത്ത്, സത്യം. ഓക്കെ, ദെൻ ട്രസ്റ്റ്, ഹോണസ്റ്റി, വിശ്വാസവും അതുപോലെ ആത്മാർത്ഥതയും സിമ്പതിയും ലവും ബ്യൂട്ടിയൊന്നും ഒരിക്കലും, അല്ലെ? ഹേറ്റ്, വെറുപ്പ്, ഇങ്ങനെയുള്ള ഇമോഷൻസ് ഒന്നും നമുക്ക് എന്താണ്, ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, സീ ചെയ്യാനോ ടച്ച് ചെയ്യാനോ സ്മെല് ചെയ്യാനോ ടേസ്റ്റ് ചെയ്യാനോ ഒന്നും സാധിക്കില്ല. ഇതെല്ലാം എന്താണ്, അബ്സ്ട്രാക്ട് നൗൺസ് ആണ്. ഓക്കെ, ഇതൊക്കെ വളരെ ഈസിയാണ്. നിങ്ങൾ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചാൽ മാത്രം മതി. 1-2 തവണ റിപ്പീറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപാട് എക്സാമ്പിൾസ് ഒന്നുമില്ല, വെറും ഒരു തിയറി പാർട്ട് മാത്രം കേട്ടോ ഇത് ഗ്രാമറിന്റെ. ഓക്കെ, ദെൻ ദേ ആർ നെയിംസ് ഓഫ് മെറ്റീരിയൽസ്. എന്താണ്? മെറ്റീരിയൽ നൗൺ ആണ്. മെറ്റീരിയൽ നൗൺ എന്നൊക്കെ പറയുമ്പോൾ അതിന് എക്സ്പ്ലനേഷന്റെ ആവശ്യം തന്നെ വരുന്നില്ല, അല്ലെ? നിങ്ങൾക്കത് മനസ്സിലായി എന്താണ് മെറ്റീരിയൽ ആണ്. ദേ ഡു നോട്ട് ഹാവ് പ്ലൂറൽ. ഇവിടെ ഡു നോട്ട് ഹാവ് പ്ലൂറൽ, അല്ലെ? എക്സാമ്പിൾ നോക്കാം, അപ്പൊ നമുക്ക് ഒന്നും കൂടെ മനസ്സിലാവും. സിൽവർ, എന്താണ്? സിൽവർ, വെള്ളി. ഗോൾഡ്, കോപ്പർ, അയൺ, വുഡ്, ബ്രൗൺസ്. ഓക്കെ, നമുക്ക് സ്വർണം നോക്കാം. ഗോൾഡ്, നിങ്ങൾ എപ്പോഴെങ്കിലും ഗോൾഡ്സ് എന്നൊക്കെ പറയുന്നിട്ടുണ്ടോ? സ്വർണങ്ങൾ അങ്ങനെ പറയുന്നുണ്ടോ? സ്വർണം വാങ്ങാം എന്നല്ലേ പറയാറുള്ളൂ. നമുക്ക് കുറച്ച് സ്വർണം വാങ്ങാം എന്നല്ലേ, നമുക്ക് കുറച്ച് സ്വർണങ്ങൾ വാങ്ങാം എന്നുള്ള ഒരു യൂസ് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. അത് തന്നെയാണ് കാര്യം. അപ്പൊ എന്താണ്, മെറ്റീരിയൽ നൗൺസിന് എന്തില്ല, പ്ലൂറൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ എന്താണ് ലൈഫിൽ നമ്മൾ പഠിച്ചു വരുമ്പോ തന്നെ നമുക്ക് എന്താണ്, നമ്മൾ ജനിച്ചു വരുമ്പോ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്താണ് മെറ്റീരിയൽസ് എന്താണെന്ന് അറിയാം, ആ പേരറിയില്ല എന്നുള്ളൂ. നമ്മൾ എന്താണ് യൂസ് ചെയ്യാറില്ല. ഇതിന്റെ കൂടെ ഒന്നും ആരും നമ്മൾ ഇതുവരെ, നിങ്ങൾ ആരെന്തായാലും എനിക്ക് ഷുവറാണ്, നിങ്ങൾ ആരും ഇതുവരെ ഈ വാക്കിന്റെ കൂടെ എന്തായാലും പ്ലൂറൽ യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, അത് യൂസ് ചെയ്യാതെ തന്നെ ശീലിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു വസ്തുവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നൗൺ എന്ന് പറയുന്നത്. അതെന്തായിരിക്കും, അതിന് പ്ലൂറൽ ഫോം ഉണ്ടാവില്ല, വെറും എന്തായിരിക്കും, സിംഗുലർ ആയിരിക്കും. അതിന്റെ പ്ലൂറലും സിംഗുലറും ഒക്കെ എന്തുതന്നെയാണ്, സെയിം ആണ്. ഓക്കെ, ദെൻ കോൺക്രീറ്റ് നൗൺ. എന്താണ്? കോൺക്രീറ്റ് നൗൺ. കോൺക്രീറ്റ് വർക്ക് എന്നൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ലേ? അത് തന്നെയാണ് കേട്ടോ. കോൺക്രീറ്റ് വർക്ക് ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ നൗണിലോട്ട് നോക്കണ്ട. അത് തന്നെയാണ്. എന്താണോ നിങ്ങൾക്ക് കോൺക്രീറ്റ് ജോലി എന്നൊക്കെ പറയുമ്പോൾ ഓർമ്മ വരുന്നത് അത് തന്നെയാണ്. കോൺക്രീറ്റ് ഇട്ട് നമുക്ക് അങ്ങ് സെറ്റ് ആക്കാം, അല്ലെ? അത് തന്നെ. ഓക്കെ, ദെൻ കോൺക്രീറ്റ് നൗൺ ഇസ് ദ നെയിം ഓഫ് എ ഫിസിക്കൽ തിങ്, പ്ലേസ് ഓർ പേഴ്സൺ. ഇതെന്താന്ന് വെച്ചാൽ അബ്സ്ട്രാക്ട് നൗണിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. എന്താണ്? അബ്സ്ട്രാക്ട് നൗൺ ഉണ്ടല്ലോ, നമ്മൾ പഠിച്ച അബ്സ്ട്രാക്ട് നൗൺ. അബ്സ്ട്രാക്ട് നൗണിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്? കോൺക്രീറ്റ് നൗൺ. അതെന്തായിരുന്നു അബ്സ്ട്രാക്ട് നൗൺ? എന്തായിരുന്നു? പെട്ടെന്നൊന്ന് പറഞ്ഞു, എന്തായിരുന്നു അബ്സ്ട്രാക്ട് നൗൺ? എന്താണ് അബ്സ്ട്രാക്ട് നൗൺ? ലവ് എന്ന് ഓർത്താൽ മതി. ഓക്കെ, നമുക്ക് പെട്ടെന്ന് ഓർക്കാൻ കഴിയും, ലവ് എന്ന് ഓർക്കാം. ഓക്കെ, അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ഓർക്കേണ്ടത്? ലവ് ഓർക്കുക. അപ്പോ ലവ് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങളുടെ ലവ് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല, നിങ്ങളുടെ ലവ് മറ്റുള്ള ആൾക്ക് കാണാൻ സാധിക്കില്ല, നിങ്ങളുടെ ലവ് മറ്റുള്ള ആൾക്ക് പറയാൻ സാധിക്കില്ല. ഓക്കെ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് എന്ത്? അബ്സ്ട്രാക്ട് നൗൺ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്? കോൺക്രീറ്റ് നൗൺ. ഇതെല്ലാം സാധിക്കും. വി ക്യാൻ സീ, കാണാൻ സാധിക്കും, ടച്ച് ചെയ്യാൻ സാധിക്കും, സ്മെല്ല് ചെയ്യാൻ സാധിക്കും, കൂടാതെ എന്ത് ചെയ്യാം, ടേസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇതെന്തായിരിക്കും? നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ കാണുന്ന എല്ലാ വസ്തുക്കളും. ഇത്രയേ ഉള്ളൂ മക്കളെ. ഇതിനിങ്ങനെ വലിയൊരു പേരൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലെ? നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ, നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ കാണുന്ന എല്ലാ വസ്തുക്കളും എന്താണ്? കോൺക്രീറ്റ് ആണ്. ഇപ്പൊ ഇങ്ങനെ നിങ്ങളിപ്പോൾ പഠിക്കുന്നതിന് തൊട്ട് മുമ്പിൽ എന്തൊക്കെ ഉണ്ടാവും? ചിലപ്പോൾ കമ്പ്യൂട്ടർ ഉണ്ടാവും, ചിലപ്പോൾ മൊബൈൽ ഉണ്ടാവും, പെന്നുണ്ടാവും, പെൻസിൽ ഉണ്ടാവും, ബുക്ക് ഉണ്ടാവും, നിങ്ങളെ അമ്മ ഉണ്ടാവും, അച്ഛൻ ഉണ്ടാവും, അല്ലെ? സിസ്റ്റർ ഉണ്ടാവും, ബ്രദർ ഉണ്ടാവും. ഇവരൊക്കെ എന്താണ് മക്കളെ? എല്ലാവരും എന്താണ്? കോൺക്രീറ്റ് നൗൺ ആണ്, അല്ലെ? അപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ കാണുന്നത് എല്ലാം എന്താണ്? കോൺക്രീറ്റ് നൗൺ ആണ്. എക്സാമ്പിൾ: വാൾ, സ്ട്രീറ്റ്, ചെയർ, ബാഗ്, പെൻ. ഓക്കെ, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ എന്തായിരിക്കും? നിങ്ങളുടെ മുമ്പിൽ കാണുന്നതൊക്കെ നിങ്ങൾക്ക് എന്തിനു സാധിക്കുന്നുണ്ടോ? നിങ്ങളുടെ മുമ്പിൽ കാണുന്നതൊക്കെ നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാൻ സാധിക്കില്ലേ? അല്ലേ? നിങ്ങളുടെ മുമ്പിൽ ചെയർ ഉണ്ട്, പേനയുണ്ട്, പെൻസിൽ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? 1 2 3 4 5 6 എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്തിനു സാധിക്കും? കൗണ്ട് ചെയ്യാൻ സാധിക്കും, അല്ലെ? അപ്പൊ എല്ലാ കൗണ്ടബിൾ നൗൺസും എന്താണ്? എല്ലാ കൗണ്ടബിൾ നൗൺസും എന്താണ്? ഒന്നും നോക്കണ്ട, എല്ലാ കൗണ്ടബിൾ നൗൺസും എന്താണ്? കോൺക്രീറ്റ് നൗൺസ് തന്നെയാണ്. ഓക്കെ, ഇതൊക്കെ വളരെ കണക്റ്റഡ് ആണ്. ഇതിനൊക്കെ 1-2 നൗൺസ് പഠിക്കുമ്പോൾ തന്നെ ബാക്കി എല്ലാ നൗൺസും അതിന്റെ ഉള്ളിലുണ്ട്, അല്ലെ? സോ കോൺക്രീറ്റ് നൗൺസ് എന്താണ്? കൗണ്ടബിൾ നൗൺ ആണ്, അല്ലെ? നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ കാണുന്ന, നിങ്ങൾക്ക് ടച്ച് ചെയ്യാൻ കഴിയുന്ന, കാണാൻ കഴിയുന്ന, സീ ചെയ്യാൻ കഴിയുന്ന എല്ലാതും എന്താണ്? കോൺക്രീറ്റ് നൗൺസ് ആണ്. ഓക്കെ,
ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇപ്പൊ നൗൺ എന്ന് പറയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്, വളരെ തിയറി ആയിരുന്നു അല്ലെ. എക്സാമ്പിൾസ്, ഒരുപാട് എക്സാമ്പിൾസ് പോയി പഠിക്കണം എന്നൊന്നും പറയുന്നില്ല. വളരെ സിമ്പിൾ ആണ്, തിയറിയാണ്. ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കാണാം, ഷോർട്ട് നോട്ടുകൾ തയ്യാറാക്കുക, വളരെ ചെറിയ ചെറിയ ഷോർട്ട് നോട്ട്, ചെറിയ ചെറിയ മീനിങ് തയ്യാറാക്കുക. ക്ലാസ് വളരെയധികം വീണ്ടും വീണ്ടും എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്ത് കാണാം. നമുക്ക് ഇനിയും എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ നൗണിന്റെ മറ്റൊരു ക്ലാരിഫിക്കേഷനായിട്ട് വരാം. മറ്റൊരു ടൈപ്സ് ഉണ്ട്, നൗണിന്റെ ഒരു ജെൻഡർ ടൈപ്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ വളരെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ.